കമൽ ഹാസൻ നായകനാവുന്ന പുതിയ സിനിമ തഗ് ലൈഫിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. മണിരത്നം ഡയറക്റ്റ് ചെയ്യുന്നു, റഹ്മാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നു, കമൽ ഹാസൻ അഭിനയിക്കുന്നു. അപ്പോൾ പ്രതീക്ഷകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിലറിലേക്ക് പോകാം. വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണ്. ടൈറ്റിൽ കൊള്ളാം. ചൈനീസ്. ஓகே அவங்கிட்ட இருந்து என்ன மீட்டு எடுத்துவேன். அந்த லேலத்தையும் ஒன்னா எழுதி வச்சுட்டான். லுக்கு கொள்ளலாம் கேட்டோம். இனிமே நீ நானும் ஒண்ணு கடைசி வரைக்கும். ஓ நான் 8 அடி பாத்தியா, நீ 18 16 சரி கணக்குள்ள உள்ளேருந்து நான் பார்த்துக்கிட்டு இருப்பேன், வெளியே அவரை பார்த்துக்குவான். அவன் தான் எல்லாத்தையும் பார்த்து பண்ணா, நான் என்ன இதுக்கா? எனக்கு எதுவும் சரியா படல, நீங்க இப்ப போக வேண்டாம். I am your only Adam. ഈശ്വര ലക്ഷ്മി ഉണ്ടോ? അവർ നമ്മ വീട് തേടി വരാതെ ജോജു ഇപ്പൊ പൊളിയാണല്ലോ. இது எவனுக்கும் எனக்கும் நடக்கிற கதை. நீயா நானா? ട്രെയിലർ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ കഥയുടെ ഒരു ഏകദേശം രൂപം കിട്ടി വന്നു. ട്രെയിലർ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കഥ ഞാൻ വിചാരിച്ചു തുടങ്ങിയതുപോലെ തന്നെയാണെന്ന് നന്നായിട്ട് തോന്നുന്നുമുണ്ട്. സോ ചെറുപ്പം മുതൽ തന്നെ കമൽ ഹാസൻ്റെ കൂടെയുള്ള പയ്യൻ അത് അനിയനാണോ മകനാണോ അതോ കൂടെ വന്ന് ചേർന്നതാണോ അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. പക്ഷേ സ്വന്തം ജീവൻ രക്ഷിച്ചൊരുത്തനെ കൂടെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞു, അവൻ വളർന്നു, രണ്ടുപേരും അവരുടെ സാമ്രാജ്യങ്ങൾ പങ്കിട്ടെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് പോലെ നിൽക്കുന്നു. പക്ഷേ പതിയെ നമ്മുടെ ചിമ്പുവിൻ്റെ കഥാപാത്രം മാറുകയാണ്, വില്ലനായി മാറുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇറ്റ്സ് എ റൈവലറി. ക്ലീഷയാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എത്രത്തോളം മേക്കിംഗ് ക്വാളിറ്റി വരും എന്നുള്ളതനുസരിച്ച് സിനിമയുടെ സക്സസ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കുറേ ക്ലീഷ എലമെൻറ്റ്സ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ട്രെയിലർ തുടങ്ങുമ്പോൾ പോലും അതെന്തായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ട്രെയിലർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച ലെവലിലേക്ക് തന്നെ എത്തി. ബട്ട് അതർ ദാൻ ദാറ്റ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ആ ട്രെയിലർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പോലും ഒരു രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. ആ വിഷ്വൽ ആണെങ്കിലും ആ ഒരു സൗണ്ടിങ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം വളരെയധികം രസമുണ്ട്. ഇതിലെന്തായാലും ഒരു കാലഘട്ടങ്ങളുടെ ഒരു കഥ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിനിടയിൽ കമൽ ഹാസൻ്റെ കഥാപാത്രം എനിക്ക് തോന്നുന്നു കുറേ നാൾ നാട്ടിലുണ്ടാകുന്നില്ല. അപ്പം പുള്ളി ബാനിഷ് ആവുകയാണോ അല്ലെങ്കിൽ പുള്ളിയെ ചിമ്പുവിൻ്റെ കഥാപാത്രം തന്നെ ഇവിടെ നിന്ന് ഓടിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. പക്ഷേ അയാൾ തിരിച്ചു വരുന്നു. ഒരു പക്ഷേ തൻ്റെ സാമ്രാജ്യം പിടിച്ചെടുക്കുന്നതിനായിട്ട് തിരിച്ചു വരുന്നതായിരിക്കാം. ഒരു പക്ഷേ മരണത്തിൽ നിന്ന് തിരിച്ചു വരുന്നതായിരിക്കാം. ഏതായാലും കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. സോ ട്രെയിലർ കണ്ട ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.